എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കുറച്ച് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതുപോലെ ഇന്നും എനിക്കറിയാവുന്ന ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാനാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരുപാട് കുട്ടികളൊക്കെ ആണെങ്കിൽ ഡെയിലി നമുക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ വാട്സപ്പിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഓരോ കോഴ്സുകളെ പറ്റി. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ ചിലപ്പോൾ എനിക്ക് അറിയാവുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ അറിയാവുന്നവരൊക്കെ നമ്മളുടെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും കുറച്ചധികം കാര്യങ്ങൾ അറിയാൻ സാധിക്കുമല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും മാത്രമല്ല, വളരെ എളുപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനും സാധിക്കും. അപ്പൊ ജസ്റ്റ് ക്ലാസ്സുകളൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോൾ ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ ഇന്ന് ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നതെന്ന് വെച്ചു. അപ്പൊ അതായത് PGDC എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിലും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാമെങ്കിലും, അല്ലെങ്കിൽ PGDC കഴിഞ്ഞിട്ട് ജോലി കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമല്ലോ. അപ്പം ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുവാണ്. അതായത് PGDC എന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നാണ് അതിന്റെ മൊത്തം പേര്. ഇനി എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ PGDC എന്ന് പറഞ്ഞാൽ ആർക്കാണ് പഠിക്കാൻ സാധിക്കുന്നതെന്ന്. അതായത് ഏത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് PGDC നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. അതായത് ഡിഗ്രി കഴിഞ്ഞ ഏതൊരാൾക്കും, ഏതൊരു ഡിഗ്രി കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ് ഈ പറയുന്ന PGDC എന്ന് പറയുന്നത്. അതായത് ഡിഗ്രിയൊക്കെ പഠിത്തം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 വർഷമൊക്കെ PG ചെയ്യാൻ മടിയുള്ളവർക്കും, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം കോഴ്സ് പഠിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ഒരു PGDC എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു PGDCക്ക് വേണ്ടിയിട്ട് 1 ഇയർ ആണ് പഠിക്കേണ്ടത്. അപ്പൊ 2 വർഷം 3 വർഷം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പം പെട്ടെന്ന് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വേണ്ടി ശ്രമിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ പറയുന്ന PGDC എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുവാണ്, 10ാം ക്ലാസ് പാസ്സായെങ്കിലോ അല്ലെങ്കിൽ +2 പാസ്സായി എങ്കിലോ നമുക്കിത് പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഡിഗ്രി പാസ്സായിരിക്കണം, എങ്കിലേ നമുക്ക് PGDC പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇതിനകത്തുള്ള സിലബസും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് പറയാം. 1 ഇയർ കോഴ്സാന്ന് പറഞ്ഞു ഡ്യൂറേഷൻ. അപ്പം 2 സെമസ്റ്റർ ആണ്. ഫസ്റ്റ് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ അതില് തിയറി ആയിട്ട് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ കാണും. അതായത് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള്. OS എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഇന്റർനെറ്റ്, പിന്നെ ഓഫീസ് സ്യൂട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തിയറി പേപ്പറിൽ വരുന്നത്. അതുപോലെ തന്നെ പൈത്തൺ കാണും, C++ ഓർ ജാവ. അത് നമുക്ക് ചൂസ് ചെയ്യാം. പൈത്തൺ C++ വേണോ അല്ലെങ്കിൽ പൈത്തൺ ജാവ വേണോ. പിന്നെ ഡേറ്റ സ്ട്രക്ചർ, സിസ്റ്റം എഞ്ചിനീയറിംഗ്, അതുപോലെ RDBMS റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ SQL, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും സെമസ്റ്റർ 1 തിയറിയിൽ വരുന്ന കാര്യങ്ങൾ. ഇനി സെമസ്റ്റർ 1 ലാബ് എന്ന് പറഞ്ഞാല് OS കാണും, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ ഓഫീസ് സ്യൂട്ട് എന്ന് പറഞ്ഞാല് വേർഡ്, എക്സല്, പവർ പോയിന്റ്, അതുപോലെ മൈക്രോസോഫ്റ്റ് ആക്സസ്, ഇതൊക്കെയാണ് ഈ ഒരു ഓഫീസ് സ്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് എക്സലും കാണും ലാബായിട്ട്. പിന്നെ പൈത്തൺ C++ ഓർ പൈത്തൺ ജാവ, പിന്നെ SQL അതായത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ്. അപ്പൊ ഇത് ഒക്കെ ആയിരിക്കും നമ്മളുടെ ഈ ഒരു സെമസ്റ്റർ 1 ലാബ് വർക്കിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോ നമ്മൾ സെമസ്റ്റർ 2 തിയറിയിൽ വരുന്നത് വെബ് ഡിസൈനിങ്ങും, അതുപോലെ തന്നെ PHP അല്ലെങ്കിൽ ASP.NET, വിഷ്വൽ ബേസിക് .NET, അല്ലെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗ്, ഇതൊക്കെയാണ് സെമസ്റ്റർ 2 തിയറിയിൽ വരുന്നത്. പിന്നെ അവിടെ ലാബായിട്ട് വരുന്നത് വെബ് ഡിസൈൻ കാണും, അതുപോലെ തന്നെ PHP അല്ലെങ്കിൽ ASP.NET, വിഷ്വൽ ബേസിക് .NETും ആൻഡ്രോയിഡ് പ്രോഗ്രാമിംഗും, പിന്നെ ഒരു പ്രൊജക്റ്റും സെമിനാറും ഒക്കെ ആയിരിക്കും ഈ ഒരു സെമസ്റ്റർ 2 വരുന്ന ലാബ് വർക്ക് എന്ന് പറയുന്നത്. അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോഴ്സാണ് ഈ പറയുന്ന PGDC എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇതൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക്
ജോലി കിട്ടണമെന്നില്ല. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പൊ നമ്മള് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്ന ജോബിനെല്ലാം അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനെല്ലാം ഇന്റർവ്യൂവിനും പോകണം. ചിലപ്പം ചിലർക്ക് ഒരു തവണ പോകുമ്പോഴേ കിട്ടുമായിരിക്കാം, ചിലർക്ക് 5 തവണ അല്ലെങ്കിൽ 10 തവണയൊക്കെ പോകുമ്പോഴായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മള് കിട്ടുന്നവരെ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഒരു ലക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്കത് വരും. കാരണം എപ്പോഴും നമ്മൾ ഒരുപോലെ ഇരിക്കത്തില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ലക്ക് വരും, ആ ഒരു സമയത്ത് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കോഴ്സ് ഞാൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ലെന്ന് പറയാതെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കിട്ടുന്നത് വരെ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം PGDCA ഒക്കെ കഴിഞ്ഞിട്ട് ജോലി കിട്ടിയവരും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ നമ്മളുടെ ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് കമന്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും കുറെ കൂടെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യമാണ്, ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയതായിട്ട് നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.